ഏയ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മളെ ചാനൽ കാണുന്നവർ എന്ത് ചെയ്യുക, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. ബെല്ലൈക്കൺ അമർത്തിയാൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. ഹായ്, അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുക കേട്ടോ. കുറ്റിപ്പുറമാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറ്റിപ്പുറത്ത് നമ്മൾ എറണാകുളം നമ്മളെ ടാർജറ്റ്. നടക്കൂല അഭിമേ? നടക്കൂലേ? നടക്കും. നോക്കാം നമുക്ക്, നമ്മൾ നോക്കി വെക്കുക, പോയി വെക്കുക. അപ്പോൾ എറണാകുളം ഓക്കെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇപ്പം നമ്മളുള്ളത് പിന്നെ എവിടെയാണ്? കുറ്റിപ്പുറം പാലത്തിൻ്റെ അവിടെ ഉള്ളത്. ഓക്കെ, പോയി വെക്കുക. നല്ല ഹായ്, സൂപ്പർ. എങ്ങനെയുണ്ട് നമ്മളെ പാലം? ഇതാണ് കുറ്റിപ്പുറം പാലം കേട്ടോ. കുറ്റിപ്പുറം പാലത്തിന് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതാണ് എന്തുണ്ടായത്, പാട്ടുണ്ടായത്. പാലവും പാലവും നല്ല നടപ്പാലം. ഓക്കെ, എങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം? പൊളിയല്ലേ, ഒരു രക്ഷയില്ല കേട്ടോ. ഇടക്ക് വന്ന് കണ്ടോണ്ടി കുറ്റിപ്പുറം പാലൊക്കെ സൂപ്പറാ. ചെക്കത് വരുന്നു, ചെക്കൻ. ഏയ് വട. ഓക്കെ, മാസ്ക് നിർബന്ധമായതുകൊണ്ട് ഭയങ്കര ഗതിയാണ് മാസ്ക്. ഇതാണ് അമ്പലം കേട്ടോ, മല്ലൂർ ശിവപാർവതി ക്ഷേത്രം, മിനി പമ്പ. ഇതാണ് മിനി പമ്പ. ഇവിടെ എപ്പോൾ വരണമെന്നറിയോ, രസം കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ശബരിമല സീസൺ ആകുമ്പോണ്ടല്ലോ നല്ല രസം കാണാൻ. ഇവിടെയൊക്കെ ഫുൾ ആളുകളെ കയറും. ഇവിടെ നമ്മൾ ചെറുതായിട്ട് കോഫി കുടിക്കണം. വാ കുടിച്ചാലോ? അതോ രണ്ട് കോഫി എടുത്താലോ? രണ്ട് കോഫി. ആ കോഫി ഇട്ടോ? കോഫി ഇല്ലേ കാക്ക? അവിടെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ, കുറവല്ലേ? എല്ലാം നിന്നൂലേ? വന്ന് പോയതില്ലേ? അല്ല സീസൺ അല്ലേ അവർക്ക്? സീസണാണ് ഇപ്പോ. മണ്ഡലകാലം തുടങ്ങിയിട്ട് ഈ സമയത്തൊക്കെ കണ്ടമാനം അവിടെ മിനിമമ്പലൊക്കെ വായ്മാരുണ്ടാണ്. നമ്മുടെ മിനി പമ്പയാണ് കാണുന്നത്. നമ്മുടെ മിനി പമ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾക്ക് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷേ ഈ ഇടയായിട്ട് തീരെ നമ്മുടെ ഈ സാഹചര്യങ്ങൾ മോശമായതുകൊണ്ട് ആളുകൾ തീരെ വരുന്നില്ല. നമ്മൾ പറയണത് ഇവിടെ ഒരു തുലാമാസം ലാസ്റ്റ് ആകുമ്പോൾ തന്നെ സ്വാമികളും ഇങ്ങനെ അമ്പലം നട തുറക്കാറാകുമ്പോഴത്തേന് എത്തുന്നതാണ്. ആ സ്ഥാനത്ത് ഇപ്പോൾ ഇവിടെ വൃശ്ചികമാസം ആയി, മണ്ഡലമായി. തുലാമാസം വൃശ്ചികമാസമായി, രണ്ടരകാലമായി. അവിടെ അമ്പലം നടന്നു. ആളില്ല. കേട്ടങ്ങൾ വളരെ ശോചനീയ അവസ്ഥയാണ്. നമ്മുടെ ഈ ഒരു ദുരന്തം എത്രയും പെട്ടെന്ന് മാറിയില്ലെങ്കിൽ ചെക്കൻ നോക്ക്. കോഫി എത്തിയിട്ട് കോഫി എത്തി. ഇതാ കോഫി.
പഴംപൊരി ഉണ്ട്, പത്തിരി ഉണ്ട്, പിന്നെ എന്താ വേണ്ടേ? നമുക്ക് എന്താ വേണ്ടേ? ഇന്ന് വേണ്ട കോഫി അല്ലേ? ആ കോഫി കോഫി ഇട്ടാ എന്താ ചെക്ക് ഇരിക്കണ്ടോ? ഫുൾ സെറ്റാ. ഞങ്ങൾ പോട്ടാക്കോ? സൂപ്പർ കോഫി കേട്ടോ. ശരി. അപ്പോൾ ഇത് നമ്മൾ സൈക്കിളിൻ്റെ സീറ്റ് ലൂസായിട്ട് അപ്പോൾ തന്നെ ഇല്ല കഥ നടക്കൂലോ. അബീബെ നമ്മൾ വിളിച്ചു വന്നിക്കണേ. അബീബേ അപ്പം റെഡി ചെയ്തരാ. നോക്കട്ടോ, സീറ്റ് നല്ല അളക്കാ നമ്മളിരുന്നിട്ട്. സംഭവം നമ്മൾ തടിയൊന്നുമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. സീറ്റ് ഇങ്ങനെ അളക്കണം അങ്ങോട്ട് പോകും. അബീൻ്റെ ഒക്കെ ടൂൾസൊക്കെ അബീൻ്റെ ഒക്കെ ഉണ്ട്. ആ പേടി മേടിച്ചണ്ട, ഒക്കെ സെറ്റാണ്, സാധനം സെറ്റാണ്. ഒരു 2 ടൂൾസ് മാത്രം മതി. ആ 2 ടൂൾസ് ഇതാ. ഇത് 2 2 ടൂൾസ് മതി സൈക്കിൾ മൊത്തം നേരാക്കാം അല്ലേ? അബിയെ സൈക്കിള് ഫുൾ പുളിയാക്കും. അപ്പോൾ ടൂൾസൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ സാധനം അടാ ആകെ തെറിച്ചിനെത്താ അബിയേട്ടന്. എന്താണ് ചങ്ങായി കാട്ട്? സെറ്റായോ? ഉറപ്പല്ലേ? ഇഞ്ഞെങ്ങാനും മറ്റേ അളകിയാണ്ടല്ലോ തല എടുക്കും ഞാൻ. എൻ്റെ നോക്കേ വിടലെന്നാ നമ്മൾ എടപ്പാൾ എത്തിയിട്ട് എടപ്പാൾ എത്തിയിരിക്കുന്നു. നമ്മൾ ചെക്കൻ ഇതാ പോണു. അബിബേ നോക്കടാ, നോക്കടോ. സൈക്കിളൊക്കെ പോവും. പോയേക്ക പോലെ ഈ മാസ്ക് താഴെടാ പോലെ. ആ ഏത് നോ എൻട്രി ആണെങ്കിലും നമുക്ക് കടന്നു പോവാം. അതാണ്, ഏത് നോ എൻട്രി കൂടിയും കടന്നു പോകാൻ പറ്റും. എന്ത് ചെയ്യും നമ്മളെ സൈക്കിളിന്? ഇവിടെയൊക്കെ നോ എൻട്രി ആണ് സപ്പോർട്ട് ചെയ്യണം കണ്ടോ. ഈ ഇടയിൽ കൂടെ സിമ്പിളായി കടന്നു പോവാം. നോ എൻട്രി. പക്ഷെ എന്ത് ചെയ്യാ, നമുക്ക് ഇതിൽ കൂടെ കടന്നു പോവാം. ഓക്കെ, സാറ് ഇടിക്കണ്ടേ? ഇജ് പോ കണ്ട ഞങ്ങൾ പാലം പണി നടക്കണുണ്ടോ? നല്ല പണിയിലാണ്. അല്ലോ ചാലികളൊക്കെ തയ്ക്കണ്ട, നല്ല പണിയാട്ടോ. പാലം പണിയിലാണ്. ഇതൊക്കെ എന്നാണ് ആവട്ടോ ആകുക? ഏതാ റോഡ്? ജസ്റ്റ് ശ്രദ്ധിക്കണം. പോ അല്ലേ? ഇതെല്ലാം പണിയിലാണ്. ചെങ്ങരംകുളം ഓക്കെ. നമുക്കിവിടെ സ്വീകരണമുണ്ട്, വളയംകുളത്ത് സ്വീകരണമുണ്ട്. വളയംകുളത്തെ സ്വീകരണമുണ്ട്. ആ സ്വീകരണം കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാസ്ത അവിടെയാണ് നാസ്ത. നമ്മൾ നാസ്ത കഴിക്കാൻ പോവാണ്. നമ്മളെ ചെക്കൻ്റെ പരിക്ക് പോകണം നമ്മൾ. മൊയ്ൻ അബീബേ എന്താ ഈ കാര്യങ്ങളൊക്കെ വഴങ്ങിയോ? ആ സ്വീകരണം നമ്മളെ ചെക്കൻ്റെ വീട്ടിൽ നമ്മൾ പോകണം. സ്വീകരണ സ്ഥലത്തേക്ക് എത്തിട്ടോ നമ്മള്. ചെക്കൻ നിൽക്കണുണ്ടോ? താടി മുടിയൊക്കെ പഠിച്ചാതെ. കുന്നംകുളമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വണ്ടി നിർത്തിയിട്ടേക്കാണ്. നമ്മൾ തൃശ്ശൂർ പിന്നെ എറണാകുളം. അപ്പോൾ
തൃശ്ശൂർ എത്താനായിക്കണ്ട നമ്മൾ കേച്ചേരി എത്തി. കേച്ചേരി എത്തിക്കണം. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. നല്ല വെയിലാ, പെരും വെയിലാ. നല്ല വെള്ളം കുടിക്കണം. ഇടക്കിടക്ക് നിർത്തിയിട്ടേ പോകാൻ കഴിയുള്ളൂ നമുക്ക്. അല്ല കഴിയണില്ല. നല്ല വേദന ആവുന്നുണ്ട്. കാലകല്ല വേദനയുണ്ട്. പെരും വെയിലാണ്. വെള്ളം കുടിക്കട്ടെ. ഇവിടെ പിരിക്കുക. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. ഉള്ള പറയാലോ, നല്ല ക്ഷീണമുണ്ട്. വെയിൽ കൊണ്ടിട്ടാ ക്ഷീണം കേട്ടോ. ഇല്ല അപ്പിയെ അത് ക്ഷീണുണ്ടോ? എങ്ങനെയുണ്ട്? ക്ഷീണുണ്ടോ? ക്ഷീണമില്ലെങ്കിൽ ക്ഷീണുണ്ടാവും. നമ്മൾ തരണം ചെയ്ത് എത്തൂലേ നമ്മള്? എറണാകുളം എത്തൂലേ നമ്മള്? എത്തൂലേ? അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ പോരും. പ്രശ്നമില്ല, പോയി നോക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് പോകല്ലോ. ഞാൻ കുഴങ്ങിക്കണേ. ഇതിപ്പോ തന്നെ പോകുക പോലെട്ടോ. കുഴങ്ങി പവളിസ് കഴിക്കണേ. പക്ഷേ തന്നെ കേച്ചനെ എത്തിക്കണേ നമ്മൾ. ഇനി കുറച്ചും കൂടി ഉള്ളൂ അല്ലേ? ഇൻഷാ അല്ലാഹ് നമ്മൾ പൊളിക്കും. അവിടെ എത്തും നമ്മൾ. ഇപ്പൊ ലോഹർ സമയമായിട്ടാ നിസ്കരിക്കട്ടെ. നമുക്ക് നിസ്കരിക്കണം. ആ വിഷയമല്ല. നമുക്ക് നമ്മളെ തൃശ്ശൂർ നമ്മളെ പള്ളിയുണ്ട്. നമ്മളെ ആടാ നമ്മൾ ശോഭാ സിറ്റി. ഇതാണ് ശോഭാ സിറ്റിയാണിത് കേട്ടോ. തൃശ്ശൂർക്ക് എല്ലാം പോകണ്ട്. കുന്നങ്ങൾ തൃശ്ശൂർ കുറച്ചുള്ളൂ വിചാരിച്ചു. എല്ലാം പോകണ്ട്. ഓപ്പോസിറ്റ് കറക്റ്റ് കാണുന്നതാണ്. നിസാൻ്റെ ഷോറൂം. നിസാൻ്റെ ഷോറൂം അതാ. ഹൂണ്ടായുടെ ഷോറൂം ഇതൊക്കെ. ഈ ഭാഗത്ത് ഫുള്ള് ഷോറൂമുകളാണ്. കാറിൻ്റെ ഷോറൂമുകൾ ഒരുപാടുണ്ട്. അങ്ങനെ നമ്മൾ എവിടെ എത്തിയറിയപ്പോൾ പിന്നെ നമ്മൾ മെയിൻ റോഡില്ലേ, എറണാകുളം റോഡ്. ഇതാ എറണാകുളത്തേക്കുള്ള മെയിൻ റോഡിലേക്ക് എത്തി നമ്മൾ. ഓക്കെ, തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഇവിടെ എത്തി. ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യണം? നേരെ പിടിച്ചാൽ മതി എറണാകുളത്തേക്ക്. ഇതിലിങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യുക? റോട്ടുമ്പോൾ കയറണില്ല നമ്മൾ. ഇതാണ് അതിൻ്റെ മെയിൻ റോഡ്. നമ്മൾ ചെക്കനെന്താ പോകണം. നമ്മളെടുത്തിപ്പോൾ നേരെ പാലിയേക്ക ടോൾ പാസ്. പാലിയേക്ക എത്തി. പാലിയേക്കര കണ്ടങ്ങൾ. എന്താ പാലിയേക്കര ടോൾ പാസ് കേട്ടോ. പാലിയേക്കര ടോൾ പാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയിക്കാറോ? വളരെ പ്രസിദ്ധമായ ടോൾ പാസയാണ്. അപ്പോൾ നമ്മളെ വണ്ടിക്ക് പിന്നെ പാലിയേക്കര ടോൾ പാസ് കടന്ന് പോകാനുണ്ടാവില്ല. പൈസ ഒന്നും വേണ്ടില്ല. മെയിൻ റോഡിൽ കടന്നിട്ട് നമ്മൾ മെയിൻ റോഡിൽ കടന്നു. കണ്ടോ
ലൈന് 7, ലൈൻ 6, ലൈൻ 5, ലൈൻ 4, ലൈൻ 3, ലൈൻ 2, ലൈൻ 1 ലൈനൊക്കെ ഉണ്ട് മേലെ. പക്ഷെ നമുക്കൊന്നും വേണ്ട, ലൈനൊന്നും വേണ്ടി വരില്ലല്ലോ, ഉറപ്പല്ലേ? നമ്മളിങ്ങനെ പോയി നോക്കട്ടെ. പാലിയൊക്കെ ടോൾ പാസ് ഉണ്ടോ? നല്ല തിരക്കുണ്ട് ഇവിടെ. കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ് ഇവിടെ. പിരിക്കാൻ പാടില്ല, പിരിക്കാൻ പറ്റുന്ന പോലെ. താങ്ക്സ്. നല്ല തിരക്കാണ് ഇവിടെയൊക്കെ, നല്ല വണ്ടികളാണ്. ഇതാണ് പാലിയൊക്കെ ടോൾ പാസ് കേട്ടോ. ഓക്കെ, നമ്മൾ ടോൾ പാസ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ പൈസ ഒന്നും വേണ്ട, വെറുതെ ഫ്രീ ആയിട്ട് പോവാം നമുക്ക്. ഇങ്ങനൊരു സൂപ്പർ. വീടല്ലേ എന്നാ പോര്. എന്താ രസം, ഒരു പൊളിയാട്ടത്, ഒരു രക്ഷയില്ല. എന്ത് രസമാണ്. നമുക്ക് ഈ വണ്ടികൾ ക്യൂ നിൽക്കുന്നുണ്ടോ? നല്ല സുഖമാണ്, പാട്ടും കേട്ട് ഇങ്ങനെ പോയാണ്ടല്ലോ. വണ്ടികളൊക്കെ പറക്കാൻ മതി കൂടെ. അഞ്ചര കഴിഞ്ഞു, സമയം 5:30 കഴിഞ്ഞു. എപ്പോഴെത്താവോ? എന്തായാലും പോയി നോക്കുക. ഒരു 8-9 മണിയാകുമ്പോൾ എത്തുക കയറാം. ഹബീബ് ഫ്രണ്ട് എത്തിക്കുന്നുണ്ട്. ഹബീബ് റെസ്റ്റിലാണ്, കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. എന്താ ഉള്ളത്? സാധനം എടുക്ക്. ഓ ക്ഷീണിച്ചു. ആ പഠിക്കാം. സാധനം എന്താ? ഒന്ന് വെള്ളം കുടിക്കട്ടെ. ടെ എന്താജി വാങ്ങിക്കണേ? പൊറാട്ടയും കോയൊക്കെ വാങ്ങണ്ടേ? അതാ വെള്ളം കുടി. എടുക്കട്ടാ. ചോറ് വെച്ചിട്ടില്ല. ഹബീബിൻ്റെ ബാക്കിയാണ് ഫുൾ ചിലവ് നോൻ പറഞ്ഞിട്ടുള്ളത്. ചോറ് വാങ്ങി തന്നിട്ടില്ല, അതിൻ്റെ കട്ടൻ ചായ വാങ്ങി തന്നിട്ടുണ്ട്, പിന്നെ ഈ ബിസ്ക്കറ്റും. എന്താ ആവുക?
ഒരു പിടുത്തമില്ല. അഭിയെ എന്താ ഈ കാര്യങ്ങളൊക്കെ? എടോ തലേന്നെ ഉണ്ടോ തലൊക്കെ പിന്നുണ്ട്. അല്ലാ എന്തായാലേ ഇവിടെ എത്തിക്കണേ. കല്ല ക്ഷീണുണ്ട് ഉള്ള പറയാലോ. നമുക്ക് ക്ഷീണം ഉണ്ടോ? വെള്ളിക്കുളങ്ങര 12 കിലോമീറ്റർ, ഇരിങ്ങാലക്കുട 13, കൊടുങ്ങല്ലൂർ 25, മൂന്നാർ 129, തിരുവനന്തപുരം 259. മഗ്‌രിബായി. മഗ്‌രിബിന് നമുക്ക് എന്ത് ചെയ്യാം? ഇശായിലേക്കട് ജമ്മു കശ്മീർ. എറണാകുളം വണ്ടിയിലങ്ങനെ പോഞ്ഞിട്ടേ ഒരു രക്ഷയില്ല. ഹായ് ഹബീബ് അവിടെ എത്തിയോന്ന് ചേസ് ചെയ്യട്ടെ. ഹബീബ് എന്തിനാ നിർത്തിക്കണം അവിടെ ചെന്നവിടെ. എവിടേക്കും പോണോ? അയ്യോ നല്ലൊരു അമ്പലം അവിടെ. എന്താ അഭിയ? എന്താ എന്തേ? എന്താ റിഫ്ലക്ഷൻ വേണോ? എവിടെ ഉണ്ടോ ചോദിച്ചോക്കാലോ? ചോദിക്കോക്ക്. നമുക്ക് ബാഗം പഠിച്ചാ. ആ അത്യാവശ്യം ഉണ്ടെങ്കിൽ വണ്ടിയാണ് അടിച്ചു നിർത്തിക്കാം. ചോദിക്ക്. ഇവിടെ അമ്പലം കേട്ടോ. രസമുള്ള പാട്ട് കേൾക്കുന്നുണ്ട്. രസമായിട്ട് അമ്പലമാണ്. കറുപ്പു വസനം ചില നാൾ ചാർത്തും കാഷായ വേഷവും എങ്ങനെ പാട്ട്? നല്ല രസമുള്ള പാട്ടല്ലേ? വസനം ചില നാൾ ചാർത്തും കാഷായ ഇരുട്ട് മുത്രേന്റെ മുന്നേ വേണ്ട പോവാ. 6 ഇപ്പോൾ 6. ഇനി ഇവിടുന്ന് നമ്മൾ എടപ്പള്ളിക്കാണ് പോണത്. എടപ്പള്ളിക്ക് ഇവിടുന്ന് 44 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാലേ എന്തില്ലെന്നറിയോ, ലൈറ്റ് ഇല്ല വണ്ടി. ഹലോ, ഇനി നമുക്ക് എത്ര കിലോമീറ്റർ ഉണ്ടാവും അബീബേ? ഇനി ഒരു 10 കിലോമീറ്റർ. വലിയ മുട്ടി കുഴങ്ങി എന്തായാലും ഇങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. ചെറുതായിട്ട് വന്നേ റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് എടുത്തിട്ട് പോകണം. അല്ല അബിയെ? എന്താണ് ബിസ്ക്കറ്റ്? എന്താണ് ബിസ്ക്കറ്റ്? ഹബീബ് ഉസാറാട്ടോ. അങ്ങനെ സ്റ്റാമിന ഉണ്ടാക്കി കുഴപ്പമില്ല.
പക്ഷെ എന്നെ കൊണ്ട് കഴിക്കണില്ല. ഇപ്പം നമ്മൾ ഏകദേശം എടപ്പള്ളി എത്തിയില്ല. എടപ്പള്ളി നമ്മൾ സ്റ്റേ ചെയ്യണം. നമ്മൾ സ്ഥലം പറഞ്ഞത് ഇൻഷാ അല്ലാ 1 മണിക്കൂറിനുള്ളിലേക്ക് എത്തുമെന്ന് വിചാരിക്കണം അല്ലേ? ഇപ്പം സമയം എത്രയായി അഭിവേ? 8:30 ഇപ്പോൾ. 9-10 മണിക്കൊന്നുള്ളിൽ എന്തായാലും എത്തുക അങ്ങനെ വിചാരിക്കണ്ട്. ചെറുതായിട്ടൊന്ന് ബിസ്ക്കറ്റ് കഴിച്ചു. ബിസ്ക്കറ്റ് ഫുള്ള് ലൈറ്റാട്ടോ. ഫുൾ ലൈറ്റാണ്. റോഡിൽ പോകുന്നതൊക്കെ വെച്ചിട്ടുണ്ടാവില്ല. ഫുള്ള് ലൈറ്റ്. ഫുൾ ലൈറ്റാണ് ലോട്ടും. നമ്മൾ നെടുമ്പാശ്ശേരി എത്തിട്ടോ. നെടുമ്പാശ്ശേരി. ഓക്കെ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. ഇവിടുന്ന് അങ്ങോട്ട് ആ റോട്ടൊക്കെയാണ്. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. നമ്മളെ എറണാകുളത്തേക്കുള്ള. നമ്മൾ നെടുമ്പാശ്ശേരി എത്തിയിട്ടാണ് തിരിയണം അല്ലേ? 5 കിലോമീറ്റർ അല്ലേ? ഓക്കെ, പോയി നോക്കുന്നു. നെടുമ്പാശ്ശേരി എത്തിയിട്ട് നമ്മൾ മെട്രോ ആരംഭിച്ചു കഴിഞ്ഞു. ഇതാണ് ആലുവ അല്ലേ? ഓക്കെ ഓക്കെ, ആലുവ എത്തി നമ്മൾ. ആലുവ കാണണ്ട, അത് മെട്രോ ആണ്. അങ്ങനെ നമ്മൾ എത്തിയിട്ട് ഇവിടെ ഇത് എടപ്പള്ളി അല്ലേ? എടപ്പള്ളി എത്തിയപ്പോ ലുലു ഏതാ? അതാണ് ലുലു അല്ലേ? ആ, അപ്പൊ നമ്മൾ എടപ്പള്ളി എത്തി. നമ്മളെ കൊണ്ടുപോകാൻ വന്നു ഇവിടെ ഒരാള്. ചെക്ക വന്നു. അപ്പൊ നമ്മള് ഇന്ന് സ്റ്റേ ഇവിടെയാണ്. നമ്മളെ ചെക്കൻ്റെ അടുത്താണ് സ്റ്റേ ഒക്കെ. അപ്പോൾ ഓക്കെ, എന്നാ വീടല്ലേ? അപ്പൊ കുഴങ്ങിയോടെ ഇജ്ജ് കുഴങ്ങിയില്ലേ? തിരുവനന്തപുരത്ത് വായിക്ക കടന്നുറങ്ങിയെന്ന് കുഴങ്ങിയില്ലെങ്കിൽ വേഗം കടന്നുറങ്ങാ. വേഗം നിസ്കരിക്ക കടന്നുറങ്ങാ. വേറെ പരിപാടിയില്ല. കുഴങ്ങി, എല്ലാം കുഴങ്ങി. ചെറുതായിട്ട് കഴിക്കണം. ചിലവില്ലല്ലോ. എടപ്പള്ളി എത്തിയിട്ട് അപ്പോൾ ലുലു അവിടെ കാണാനാണ്. ഇൻഷാ അല്ലാ നമുക്ക് രാവിലെ കാണാം. ഇല്ല അഭിവേ? രാവിലെ നീക്കുകയാണെങ്കിൽ കാണാം എന്തായാലും. അപ്പോൾ രാവിലെ കാണാം.